ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 5 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്താം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്താം. മുളക് പൊടി വേണമെങ്കിലും ചേർത്താം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്താം. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിനോടൊപ്പം ചേർത്താം. ആവശ്യാനുസരണം ഉപ്പും ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ഇതിനോടൊപ്പം ചേർത്താം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്താവുന്നതാണ്. മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചേർത്തുന്നില്ല. നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പില ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. ഇപ്പോൾ കറിവേപ്പില എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റും കൂടെ ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ചിക്കൻ ഡ്രം സ്റ്റിക്ക് ഫ്രൈ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്